ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന ദൈവമായിരിക്കുന്ന ദൈവ സാന്നിധ്യമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിഷേധിച്ചത് മാത്രമല്ല, അവനെ ക്രൂശിച്ചു. അങ്ങനെ അവർ ന്യായപ്രമാണത്തെ വിരോധമായി ഉപയോഗിച്ചുകൊണ്ട്, ന്യായപ്രമാണത്തെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവരുടെ ടെമ്പിൾ സിസ്റ്റം മുഴുവനും അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിച്ഛേദന, പിന്നെ അവർക്ക് കഴിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്. അവർക്ക് ചില ശബത്ത് നാൾ ചില രീതിയിൽ ആചരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് ചില ഉത്സവങ്ങളുണ്ട്. ഈ മൊത്തം സിസ്റ്റം ഇപ്പോൾ ശാപത്തിന് കീഴിലാണ്. ആ ശാപത്തിലോട്ട് ഇനി ആര് പോകേണ്ട ആവശ്യമില്ല. അന്യജാതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ വീണ്ടും അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടുന്ന് തന്നെ ആൾക്കാർ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ പാപമോചനത്തിന് വേണ്ടി, അയ്യോ ദൈവമേ തെറ്റുപറ്റിപ്പോയി, നീ മെസ്സിയായി, ഞങ്ങളുടെ രക്ഷകനായി മനുഷ്യരൂപത്തിൽ വന്നു, ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. കുത്യവങ്ങളിലേക്ക് നോക്കിയവർ, അവർക്കെല്ലാവർക്കും ദൈവം രക്ഷ കൊടുത്തിരിക്കുക. അവർ ദൈവമേ ഞങ്ങൾക്ക് പറ്റിയ ആ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ക്ഷമ ചോദിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ അവർക്കെല്ലാവർക്കും യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം പണ്ടേ അരുളി ചെയ്ത ആ വചനപ്രകാരം ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട ദൈവസഭയായിട്ട് ഈ മർക്കോസിന്റെ ഭവനത്തിൽ മുകളിലത്തെ മുറിയിൽ ഒരു കൂട്ടം ജനം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. അവരുടെ പ്രസംഗം കേട്ടിട്ട് വേറെയും ഒരുപാട് യഹൂദന്മാർ അതിനോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതൊരു ദൈവത്തിന്റെ ആലയമായി തീർന്നിരിക്കുകയാണ്. അത് മറ്റേ ആലയത്തെ വെല്ലുന്ന ഒരു ആലയമാണ്. യഹൂദന്മാർക്ക് ഓൾറെഡി ഒരു ദൈവാലയമുണ്ട് എന്ന് ഓർക്കണം. അവിടെ ദൈവസാന്നിധ്യമില്ലാത്ത ദൈവം ജഡ്ജ് ചെയ്ത ഒരു ആലയം അവിടെ കിടക്കുമ്പോൾ തന്നെ ഇവിടെ ദൈവത്തിന്റെ പുതിയ ഒരു ആലയം ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ആലയത്തിനകത്ത് കേവലം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളല്ല ഉള്ളത്. ഈ ആലയത്തിനകത്ത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ ഉപദേശവും അവരുടെ മേലുള്ള ആത്മീയ സാന്നിധ്യമാകുന്ന ആ അടിത്തറയും പിന്നെ കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ ആ ഒരു ആലയം, ആ ഒരു ദൈവാലയത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള കല്ലുകളായിട്ട് ഇവരെല്ലാം തീർന്നിരിക്കുകയാണ്. ഇവരുടെ അകത്തുണ്ടായിരുന്ന കയ്പ്, പക, പിണക്കം, വിദ്വേഷം, ജാരശങ്ക, ദൈവവുമായിട്ടുള്ള ഭയം, ഇതെല്ലാം നീക്കി ദൈവയുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്ത് പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് അയച്ചിരിക്കുകയാണ്. മാംസളമായ ഹൃദയങ്ങൾ അവർക്ക് തന്നിരിക്കുകയാണ്. യിരെമ്യാവ് പ്രവചിച്ചതുപോലെ, എഹെസ്കേൽ പ്രവചിച്ചതുപോലെ ആ അന്ത്യകാലത്ത് ദൈവം പുതിയ ഒരു ഉടമ്പടി ചെയ്യും. ദൈവം പുതിയ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ദൈവം അവൻ്റെ ഉടമ്പടി യഹൂദന്മാരുള്ള ബന്ധത്തിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റുള്ളവരുടെ ബന്ധത്തിലും പുതുക്കിയിരിക്കുകയാണ്. ആ പുതിയ ഉടമ്പടിക്കകത്ത് ദൈവം അവിടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, അവരുടെ അകത്തോട്ട് ദൈവ സാന്നിധ്യം പകർന്നു തരുന്നു. അവരുടെ ഹൃദയത്തിനകത്തോട്ട് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക, മറ്റുള്ളവർ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ന്യായപ്രമാണം അവൻ എഴുതി വെക്കുന്നു. തൗറ മുഴുവനും ഹൃദയത്തിനകത്തോട്ട് വരികയാണ് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ. ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വസിക്കുന്ന ആ വ്യക്തികൾക്ക് വേറൊരാൾ വന്നിട്ട് ഉപദേശിക്കേണ്ട കാര്യമില്ല ആരാണ് അവരുടെ ദൈവമെന്ന്. കാരണം അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ദൈവത്തെ അറിയാം. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. അവർക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ. അവർക്ക് കൂട്ടമായിട്ട് മാത്രമാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത്. കൂട്ടമായിട്ട് മാത്രമാണ് അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രജയായിട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഓരോ വ്യക്തിയും വ്യക്തിപരമായി പാപമോചനം പ്രാപിക്കുന്നത് മാത്രമല്ല, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ ജീവനുള്ള പൂർണ്ണതയുള്ള വലിയ ദൈവത്തെ, മഹാദൈവത്തെ, ഞാൻ വർണ്ണിച്ച ആ തേജസ്സുള്ള ദൈവത്തെ അവരുടെ ഉള്ളത്തിൽ ഉൾക്കൊള്ളുകയാണ്. അവൻ്റെ ആ വലിയ സ്നേഹത്തെ, ആ വലിയ പ്രകാശത്തെ, ആ വലിയ സത്യത്തെ, ആ വലിയ ശക്തിയെ, ആ വലിയ ജീവനെ അവരുടെ ഉള്ളത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, ആ ആലയത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. പഴയ ആലയം, ആ യഹൂദന്മാരുടെ ആലയത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ആലയത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. ഇനി ഇത് വെറും അഡ്വാൻസ് ആണെന്നാണ് പൗലോസ് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വെറും അഡ്വാൻസ്, അച്ചാരമായിട്ട് മാത്രമാണ് തന്നിരിക്കുന്നത്. അവസാനം ഇത് മുഴുവൻ മാറി, ഈ പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ ദ്രവത്വത്തിൻ്റെ ഗതിയെല്ലാം മാറി കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ നമ്മളെല്ലാവരും ദൈവപുത്രന്മാർ, നമ്മളെല്ലാവരും തേജസ്സിൽ വെളിപ്പെടും. അവനോടുകൂടെ നമ്മൾ ഈ ലോകത്തിൽ പുതു യെരൂശലേമിൽ വാഴും. അന്ന് നമുക്ക് നിത്യജീവൻ ഉണ്ടാകും, നിത്യമായി ജീവിക്കുന്ന ശരീരങ്ങളുണ്ടാകും. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ഉണ്ടായിരുന്ന ശരീരങ്ങളില്ലേ, അതേപോലത്തെ ആ ശരീരം നമുക്ക് കിട്ടും. ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും ദ്രവിക്കാത്ത, ജീവനുള്ള, സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന, ഒരു പാപവും ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അന്ന് വെറും സന്തോഷം മാത്രമായി. കണ്ണുനീരുണ്ടാവില്ല, കഷ്ടതയുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, പിശാചുണ്ടാവില്ല നമ്മളെ കബളിപ്പിക്കാൻ.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് വേറൊരു സ്ഥലത്ത് പറയുന്നത്, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിൽ നമുക്കുള്ള നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നാം സാരമില്ല എന്ന് എണ്ണേണ്ടി വരും. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വെളിച്ചവും, പിന്നെ ആദിമ സമയത്ത് ദൈവം ഉണ്ടാക്കിയ വെളിച്ചവും അതിൻ്റെ തേജസ്സും, പിന്നെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ തേജസ്സും തമ്മിൽ കമ്പയർ ചെയ്തല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മരണത്തോടെ തീരും. ഈ ലോകത്തിലെ ആ മരണത്തിന് ശേഷം, മരണാനന്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ വാഴുമ്പോൾ നമുക്ക് നിത്യമായ ജീവനാണ്. ഒരിക്കലും മരണമില്ല, രോഗമില്ല, ദാരിദ്ര്യമില്ല, ദുഃഖമില്ല, നെടുവീർപ്പില്ല, പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല, വിഷമങ്ങളില്ല. അങ്ങനെ ഒരു ജീവിതം നിത്യമായി നമ്മൾ ജീവിക്കുന്നു. ദൃഢത്വമില്ല, അഹിംസയാണ്, ഹിംസയില്ല, സ്നേഹമാണ്. അങ്ങനെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മളൊരു 100 കൊല്ലത്തേക്കുള്ള നമ്മുടെ ഈ സഹനങ്ങൾ വലിയ കാര്യമായിട്ട് കാണണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം അത് കോടാനുകോടി കാലങ്ങൾ, യുഗങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതിന് കണക്ക് പോലും ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, അനന്ത ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായുള്ള ജീവനാണ്, ഒരിക്കലും തീരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. പൗലോസ് ഈ സുവിശേഷത്തിൻ്റെ സത്യം നമ്മുടെ അന്യജാതിയിൽ നിന്നും വന്നിരിക്കുന്ന ആളുകൾ റൗണ്ട് അബൌട്ട് അടിച്ച് യഹൂദനായി പിന്നീട് വീണ്ടും ശാപത്തിൻ്റെ കീഴിൽ നിന്ന് ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. അവർ ഓൾറെഡി ശാപത്തിന് കീഴിലാണ്. അവർ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുമ്പോൾ പരിച്ഛേദനൻ്റെയോ അല്ലെങ്കിൽ ശബത്തിൻ്റെയോ മറ്റേതിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ദൈവം അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് അവരെ സ്വീകരിച്ച് അവരെ യഹൂദന്മാരുടെ ആലയത്തിനകത്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം തേജസ്സിനേക്കാളും എത്രയോ ഇരട്ടി തേജസ്സിനാ നിറയ്ക്കും. പിന്നെ അവർ പഴയ സാധനത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഏറ്റവും കൂടിയ വേർഷൻ, ഏറ്റവും നല്ല വേർഷൻ മാക്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ 1990s 2000 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഡെസ്ക്ടോപ്പ് ഉണ്ട്. അതിലേക്ക് വീണ്ടും പോയിട്ട് വീണ്ടും കമ്പ്യൂട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറയുന്നത് മാതിരി ദൈവം അതിനേക്കാളും കൂടിയ വേർഷൻ നമുക്കിപ്പോൾ തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവിലൂടെ. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. വ്യക്തിപരമായിട്ടാണ് ബന്ധം എന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയമാകുന്ന പലകമേൽ അതിനെ മാംസപലകമാക്കിയ ശേഷം, നമുക്ക് കഠിനത വരാത്ത രീതിയിൽ മാംസപലകയാക്കിയ ശേഷം അതിനകത്ത് സ്നേഹം എന്ന് പറയുന്ന ന്യായപ്രമാണം എഴുതി വെച്ചു. കുത്തി നിറച്ചിരിക്കുക സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് പൗലോസിൻ്റെ അടുത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഈ സുവിശേഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പൗലോസ് ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ദൈവം പുതിയൊരു ആലയം പണിതിരിക്കുകയാണ്. യഹൂദനും അന്യജാതിക്കാരനും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ആലയം. അതിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ തേജസ്സിനാൽ വാഴുന്നു. അവനാണ് നമ്മുടെ പ്രഭു, അവനാണ് നമ്മുടെ കർത്താവ്. ദൈവം അവൻ്റെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിനാൽ ആ ആലയത്തിൽ വാഴുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അത് പണിതിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ജീവനുള്ള കല്ലുകളാകുന്നു. നമ്മൾ ഓരോരുത്തരും തമ്മിൽ രാജകീയ പുരോഹിതന്മാരാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവത്തിൻ്റെ ബിംബങ്ങൾ, പ്രതിമകൾ ആകുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം എന്താണ്? ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹത്താൽ പരിപാലിക്കണം. ആദിമ വ്യക്തികൾക്ക് ദൈവം തന്ന അതേ ദൗത്യം തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കണം, ദൈവത്തിന് വിശ്വസ്തത കൊടുക്കണം, മറ്റുള്ളവരോട് വിശ്വസ്തതയുള്ള ജീവിതം നയിക്കണം, സകല സൃഷ്ടിയെയും പരിപാലിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. അതാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം. ദൈവം സ്നേഹമാണ്. സ്നേഹിച്ചുകൊണ്ട്, സ്നേഹത്താൽ നമ്മളെ സൃഷ്ടിച്ചു, സ്നേഹിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു, സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയും നമുക്ക് തന്നു. ആ സ്നേഹം, ആ ദിവ്യ സ്നേഹം, ആ മഹാസ്നേഹം, അതിൻ്റെ ആഴം, വീതി, നീളം, ഉയരം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഗ്രഹിക്കണം. അതിനുവേണ്ടിയാണ് പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. പൗലോസ് പറയാണ്, നമ്മളൊരു പുതിയ
ഒരു പുതിയ ആലയമാണ്. ഈ ആലയത്തിൻ്റെ ഭാഷ സ്നേഹമാണ്. ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തി സ്നേഹമാണ്. ഈ ആലയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന കാര്യം സ്നേഹമാണ്. ആ ആലയത്തിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ സ്നേഹമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാർക്കും ലഭിച്ചിരിക്കുന്ന ആ വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അന്യജാതിക്കാരും യഹൂദന്മാരുടെയും നടുക്കിലുണ്ടായിരുന്ന പല അനുഷ്ഠാനങ്ങളാകുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാകുന്ന ആ നടുചുവർ ഇടിച്ചു കളഞ്ഞു. ഇനി ആരും യഹൂദന്മാരായിട്ട് ഇങ്ങനെ പരിച്ഛേദനയും മറ്റേ പരിപാടി ഒന്നും ചെയ്തിട്ട് ദൈവാലയത്തിലെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അവർ തന്നെ കൃപയാൽ വിശ്വാസം മൂലം, നമ്മളും കൃപയാൽ വിശ്വാസം മൂലം, നേരത്തെ അവർ കൃപയാൽ വിശ്വാസം മൂലമായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ ദൈവസാന്നിധ്യം ഇല്ല. അപ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് അവർ വരണമെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ യേശുവിനെ കൊന്നു എന്നുള്ള പാപം അവരെ അഡ്മിറ്റ് ചെയ്യണം. അവർ ദൈവസാന്നിധ്യത്തെ നിഷേധിച്ചു എന്നുള്ള പാപം അവർ അഡ്മിറ്റ് ചെയ്യണം. അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരാണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്ത് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ രക്ഷകനായി സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞില്ലേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ, അവരുടെ പാപം ക്ഷമിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവർ ദൈവമായിട്ട് പുതിയ ഉടമ്പടിയിലേക്ക് വരും. പിന്നെ അവർ ആ ആലയത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതേമാതിരി അന്യജാതിക്കാർ, അപ്പോൾ അവരെ പോകണ്ടെങ്കിൽ പിന്നെ അന്യജാതിക്കാർ പോകേണ്ട കാര്യമുണ്ടോ? അന്യജാതിക്കാരെയും ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരെയും ഒരുമിച്ച് കൂട്ടി ദൈവം ഒരു പുതിയ ആലയം പണിതുകൊണ്ടിരിക്കുക. അതാണ് ദൈവത്തിൻ്റെ പുതിയ ആലയം, ഗോഡ്സ് ന്യൂ ടെമ്പിൾ. ആ ഗോഡ്സ് ന്യൂ ടെമ്പിളിൽ യഹൂദനും അന്യജാതിക്കാരനും രണ്ടും കൂടെ ഉണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, പൗലോസ് പറയാണ്, ആ ആലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം. അത് അവൻ പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. പറയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പൗലോസ് പറയുകയാണ്, ഓരോ ജാതികളുണ്ട് ഈ ലോകത്തിൽ. ഇപ്പം നിങ്ങൾ ഓരോ അന്യജാതികളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്. ഓരോ ജാതികളുണ്ട്. ആ ജാതികൾക്കൊക്കെ രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരുടെ പുറകിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട്, ചില സ്റ്റോറികൾ, ചില കഥകളുണ്ട്. അവർ തന്നെ നിർമ്മിച്ച, അവരുടെ ആളുകൾ നിർമ്മിച്ച ആ കഥ പ്രകാരമാണ് ഈ രാജാവ് അവരുടെ രാമനായി വാഴുന്നത്. അപ്പോൾ ഫറവോൻ്റെ കഥ എന്താണ്? ഞാൻ ഫാറോ ആണ്, സൺ ഓഫ് റാ. റാ എന്ന് പറയുന്നത് സൂര്യദേവൻ്റെ മകനാണ് ഞാൻ. സൂര്യനാണ് നമുക്ക് എല്ലാം തരുന്നത്. സൂര്യനിൽ നിന്നുള്ള എനർജി കൊണ്ടാണ് നമ്മുടെ പ്രപഞ്ചം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഈ ഭൂമി മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സൂര്യൻ്റെ മകനാണ് ഞാൻ എന്നാണ് ഫറവോൻ ക്ലെയിം ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് അധികാരം പ്രാപിച്ച്, അതാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഇനി റോമക്കാരൻ എന്താ പറയുന്നത്? റോമ രാജാവാകുന്ന കൈസർ എന്താ പറയുന്നത്? എൻ്റെ പിതാവായിരുന്ന ജൂലിയസ് സീസർ മരിച്ചു. അവൻ മരിച്ചിട്ട് റോമക്കാരുടെ ഒരു ദേവനായി തീർന്നു. ഒരുപാട് ദേവന്മാരും ദേവിമാരും റോമക്കാർക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ദേവനായി എൻ്റെ പിതാവ് തീർന്നു. ആ ദേവൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക്, സൺ ഓഫ് ഗോഡ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ലോകത്തിൽ ഭരണം ചെയ്യണം. അപ്പോൾ അവൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ആ റോമൻ പാന്തിയൻ്റെ മുഴുവൻ ശക്തിയാണ്. ആ റോമക്കാരുടെ ആ ഒരു വിചാരധാരയുടെ, ആ റോമക്കാരുടെ ഒരു വേൾഡ് വ്യൂവിൻ്റെ മുഴുവൻ ശക്തിയാണ്. ഇനി ചൈനീസ് രാജാവും പറയും, ഞങ്ങളെ കുറേ രാജാക്കന്മാർ ഇന്ന ചന്ദ്രനോ സൂര്യനോ ഇന്ന ദേവൻ്റെയോ ആൾക്കാരാണ്, ഇന്ന ഡ്രാഗൻ്റെ ആൾക്കാരാണ്. ആ പറയുന്ന ഡ്രാഗനുമായി ബന്ധപ്പെട്ട പല സ്റ്റോറീസ് അവർക്കുണ്ടാവും. അതാണ് അവൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ ശക്തി. അതാണ് അവനെ രാജാവാക്കി നിർത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നരേന്ദ്രമോദിജിയെ ചില രാമനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളുടെ പുറകിൽ അല്ലെങ്കിൽ ഭാരതത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ വ്യാപരിക്കുന്നത് ഒരു നല്ല രാജാവ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല ഭരണാധികാരി എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് ശ്രീരാമനാണ്. ആ ശ്രീരാമൻ എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്, ഇല്ലേ? ആ കഥകൾ മുഖാന്തരം, ആ അണ്ടർസ്റ്റാൻഡിങ് മുഖാന്തരം, ആ കാഴ്ചപ്പാട് മുഖാന്തരം, ആ വിചാരധാര മുഖാന്തരം വ്യാപരിക്കുന്ന ഒരു ശക്തിയിലാണ് ഇന്ന് അവരുടെ ആ രാജാവായിരിക്കുന്ന വ്യക്തി നിൽക്കുന്നത്. അതിനെയാണ് പൗലോസ് പറയുന്നത്,
ഈ ശക്തികളെയാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തിരം അറിവായി വരുന്നു. എന്ന് വെച്ചാൽ അന്യജാതിക്കാരും യഹൂദ മതക്കാരും രണ്ട് കാറ്റഗറി ആയിട്ടാണ് അത്രയും കാലം കടന്നിരുന്നത്.